ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാമത് വാക്യം. കൊടുങ്കാറ്റുകൊണ്ട് അവൻ എന്നെ തകർത്തിരിക്കുന്നുവല്ലോ, കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ പെരുക്കുന്നു എന്ന വാക്കുകളാണ്. 2-ാം ഭാഗത്ത് ഇയ്യോബ് ഓർമ്മപ്പെടുത്തുന്നത് കാരണം കൂടാതെ എനിക്കുണ്ടാകുന്ന മുറിവുകളും അതിൻ്റെ വേദനയുടെ ആധിക്യവും എത്രമാത്രം വലുതെന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ്. ഞാൻ അറിയാത്തതും ഞാൻ ചെയ്യാത്തതും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും ഞാൻ ഓർത്തിരിക്കാത്തതുമായ അനവധി കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയുകയും അതിൻ്റെ നൊമ്പരങ്ങളും അതിൻ്റെ മുറിവുകളും എൻ്റെ ഹൃദയത്തിലേറ്റിട്ട് ഞാൻ വല്ലാണ്ട് ഭാരപ്പെടുന്നു എന്ന് പറയുന്ന വാക്കുകളാണ്. 35-ാം സങ്കീർത്തനം 7-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു, കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു എന്ന വാക്കുകളാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റുകളുടെ മുൻപിൽ താൻ പ്രതിയാക്കപ്പെടുകയും തന്നെ തകർത്ത് കളയുവാൻ, തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 25-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ വരുമ്പോഴും നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും നാം അറിയാത്തതും നാം ചെയ്യാത്തതും ആയിട്ടുള്ള അനവധി വിഷയങ്ങളുടെ മുൻപിൽ പ്രതിയാക്കപ്പെടുകയോ ആ തലത്തിലുള്ള നൊമ്പരങ്ങളും വേദനകളും അനുഭവിക്കപ്പെടുകയോ ചെയ്യേണ്ടതായ ഘട്ടങ്ങൾ കടന്നു വന്നെന്നു വരാം. ഇയ്യോബിൻ്റെ ജീവിതത്തിലും ദാവീദിൻ്റെ ജീവിതത്തിലുമൊക്കെ അങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നും അവിടെ വിശ്വാസത്തോടു കൂടി കാരണം കൂടാതെയുള്ള ഉപദ്രവങ്ങളൊന്നും അത് ദോഷമായി വരികയില്ല എന്ന വിശ്വാസവും, അതോടൊപ്പം വെറുതെ ഉപദ്രവിക്കുന്നവർ ലജ്ജിച്ചു പോകുകയുള്ളൂ എന്നും അവരുടെ മുമ്പിൽ എൻ്റെ തല ഉയർത്തി നിൽപ്പാൻ എനിക്ക് അവസരമുണ്ടാകുമെന്നും ഇയ്യോബും ദാവീദും മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവും ആഴമായി ചിന്തിച്ചിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുകയാണ്. കാരണങ്ങൾ കൂടാതെ ആഴമായി ഉപദ്രവിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. ഉപദ്രവിച്ചവർ ലജ്ജിച്ചു പോകുകയും അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അറിയാത്തതും നാം ചെയ്യാത്തതുമായ വിഷയങ്ങളുടെ മുമ്പിൽ നാം മുറിവേൽക്കപ്പെടുകയും ഹൃദയത്തിൽ മുറിവേറ്റവരായി പോവുകയും ചെയ്യുന്നെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ കാണുന്നൊരു ദൈവമുണ്ടെന്നും തക്ക സമയത്ത് നമ്മുടെ മുറിവുകളെ കെട്ടി
നാം ലജ്ജിച്ചു പോകാത്ത തലത്തിൽ നമ്മെ ആക്കിത്തീർക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അകാരണമായി അനുഭവിക്കുന്നതായ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നിന്ദകളും പഴികളും പരിഹാസങ്ങളുമുണ്ട്. അതിനു മുമ്പിൽ നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും കാരണം കൂടാതെ ഉപദ്രവിക്കുന്നവർ ലജ്ജിച്ചു പോകുകയും ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള വചനപ്രകാരം ഈ നാളുകളിൽ മുന്നേറുവാൻ ഈ ദൈവവചനം കേട്ട എല്ലാവരെയും സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.